Don't stop. നിർത്തരുത്. Don't stop. അടുത്ത ആഴ്ച നീ വേറൊരു കാര്യം പ്രസംഗിക്കണം. Next week you must preach something else. എന്താ കർത്താവേ? What is it, Lord? ഒരു വാക്ക് കേൾക്കുന്നു. I heard a word. Liquid fire. Liquid fire. ഉറക്കെ പറ, liquid fire. Everybody say loudly, liquid fire. ഇതുവരെ ഇന്ത്യ കണ്ടത് വെള്ളം ഒഴുകുന്നതാണ്. If till now India saw water flowing, ഇനി നീ കാണാൻ പോകുന്നത് നദിക്കകത്ത് തീ ഒഴുകും. India is going to see a river of liquid fire. ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, Holy Spirit is prophesying മഴത്തുള്ളികൾ പോലെ like raindrops. അഗ്നികൾ നിന്റെ മേൽ വീഴുന്ന ദിവസങ്ങളാണ്. Fire is going to fall upon you. ഇന്ന് രാത്രിയിലും അത് സംഭവിക്കും. ഇന്ന് രാത്രിയിലും Tonight it's going to happen. നീ മഴ പെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. You have only seen rain falling. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, But the Holy Spirit is saying നിന്റെ മേൽ തീ പെയ്യുന്ന you സമയങ്ങളാണ്. are going to see fire falling on you. ഉറക്കെ പറഞ്ഞ ലിക്വിഡ് ഫയർ. Liquid fire. ഞാനത് കേട്ടിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് I've കേട്ടിട്ടില്ല. never heard a word like that. ഇന്ന് രാത്രിയിൽ ആ ദൂത് ചിലരോട് പറയാൻ പറയും. This night the Lord is telling me to tell നിന്റെ someone. ശുശ്രൂഷയിൽ ഇത് അനുഭവിക്കാൻ Your പോവുകയാണ്. ministry, you're going to experience this. തീക്ക് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is തീക്ക് there വേണ്ടി anyone willing to stand for the fire? തീക്ക് വേണ്ടി ആരെങ്കിലും നിൽക്കാനുണ്ടോ? Is there anyone willing to stand for the fire? ലിക്വിഡ് ഫയർ, ലിക്വിഡ് ഫയർ. For the liquid fire. അഗ്നി നാവുകൾ പെയ്തിറങ്ങുന്നത്, Just like tongues of fire. മാളിക മുറിക്കകത്ത് പെയ്തിറങ്ങി അഗ്നി നാവുകൾ Tongues of fire came in the upper room. ഇന്ന് ബാംഗ്ലൂരിന്റെ ആത്മമണ്ഡലത്തിൽ പെയ്യട്ടെ. Let it fall in the atmosphere of Bangalore. തീ കത്തുന്നു, തീ കത്തുന്നു. Fire വിടരുത്. is burning. ആരും കാണാൻ നിൽക്കല്ലേ. Don't stand to watch. നിങ്ങൾ കാണാൻ നിൽക്കല്ലേ. Don't പ്രാർത്ഥിച്ച്. stand to watch. Pray. ഗതിയായത് ഇവിടെ സംഭവിക്കുന്നു. Something heavy is taking ആത്മാവിൽ place. പ്രാർത്ഥിച്ചു. കേട്ടല്ലോ, ലിക്വിഡ് ഫയർ. ലിക്വിഡ് ഫയർ എന്ന് പറയുന്ന പുതിയൊരു ഐറ്റമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ പേര് എവിടെയും കേട്ടിട്ടില്ല ഇതുവരെ, ലിക്വിഡ് ഫയർ എന്ന് കേട്ടിട്ടില്ല. ശരിയാ, ഞാനും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ഞാനൊന്ന് ഗൂഗിളിലൊക്കെ കയറി ഒന്ന് തപ്പി നോക്കി. കാരണം ബൈബിളിൽ ഇല്ലല്ലോ. ഇവറ്റകളുടെ ഇത്തരത്തിലുള്ള ഈ നിർമ്മിത കഥകളൊന്നും വേദപുസ്തകമായിട്ട് ബന്ധമില്ലല്ലോ. അപ്പൊ ഞാനും ഗൂഗിളിൽ കയറി ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. ഇത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് ലിക്വിഡ് ഫയർ. അപ്പൊ അതാണ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ലിക്വിഡ് ഫയർ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ലിക്വിഡ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രാപിച്ചോ തീ കത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇയാളുടെ മേലോട്ട് കവിന്ന് വീഴുക. എനിക്കിത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നിയത്, ഇത് നടക്കുന്നത് ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. നമുക്കറിയാം, ബാംഗ്ലൂരിൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളാണ്, IT മേഖലകളുള്ളതാണ്, വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ